എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ വേലിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിങ്ങൾ അതിനെ എപ്പോ കണ്ടു, എവിടെ വെച്ച് കണ്ടു, ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? അതിന് ലൂഫി പറയും, അതെ, അതിപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അതുമായിട്ട് ഒരുപാട് കളിയൊക്കെ കളിച്ചു, അതിന്റെ വയറ്റിലൊക്കെ പോയി ഞങ്ങൾ തിരികെ വന്നു. അതിനുശേഷമാണ് ആ വേലുവായി ഞങ്ങൾ കമ്പനി ആയത്. ചോപ്പറും റോബിനും ഫ്രാങ്കിയും ആ കഥയൊക്കെ ആകാംക്ഷയോടുകൂടെ കേട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപാണ് നമ്മുടെ ആൾക്കാര് ആ വെയിലിനെ കണ്ടത്. ലൂഫി പറയും, ഒരുപാട് വർഷങ്ങളായി അത് ആ ഗേറ്റ് പൊളിക്കാനായിട്ട് കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ ഗേറ്റിൽ ഇടിച്ചിടിച്ച് അതിന്റെ തലയുടെ ഒരു ഭാഗം മുഴുവൻ തകർന്നിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, ഒരു ലൈറ്റ് ഹൗസ് നോക്കുന്ന ഗ്രാൻഡ്പ അത് ആ തിമിംഗലത്തിന്റെ വയറ്റിൽ തന്നെ ഒരു വീടൊക്കെ സെറ്റ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കഥ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഇവിടെ ഉസോപ്പ് അവനാണെങ്കിൽ ഒരു പാത്രത്തിൽ എന്തൊക്കെയോ എടുത്തു വെച്ച് ചവിട്ടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫി വീണ്ടും പറയും, അത് 50 വർഷമായിട്ട് ബ്രൂക്കിനും ടീമിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സോ അത്രയും പ്രശ്നങ്ങളെ അതിജീവിച്ച് 50 വർഷം അത് പിടിച്ചു നിന്നുവെങ്കിൽ അതിന്റെ പവറും സ്ട്രെങ്ത്തും അവരോടുള്ള വിശ്വാസവും അതൊന്നും ഒട്ടും കുറവല്ല. പക്ഷെ ആ ഗ്രാൻഡ്പയ്ക്ക് അപ്പൊ തന്നെ ആ ക്രൂവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നു. അവർ ഗ്രാൻഡ് ലൈനിൽ വെച്ച് മരണപ്പെട്ടു പോയെന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഉസോപ്പിന് മാത്രം എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവനായിരുന്നു ആ തിമിംഗലത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അതിന് ആത്മവിശ്വാസം പകർന്നു കൊടുത്തത്. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ തറപ്പിച്ചു പറഞ്ഞു അവർ വരില്ല എന്ന്. കാരണം ഗ്രാൻഡ് ലൈനിൽ ഓരോ സീസണിലും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ വീണ്ടും അത്രയും പ്രതിസന്ധികൾ തരണം ചെയ്ത് ആരും വരാൻ ചാൻസ് ഇല്ല. അവർ ഗ്രാൻഡ് ലൈനിൽ വെച്ച് തന്നെ മരണപ്പെട്ടു എന്ന് അപ്പൂപ്പൻ തീർത്തു പറഞ്ഞു. പക്ഷേ അതാരും പറയുന്നത് വിശ്വസിക്കാതെ ആത്മവിശ്വാസം കൈവിടാതെ വീണ്ടും പോരാടിക്കൊണ്ടേയിരുന്നു. ഗ്രാൻഡ്പ വീണ്ടും അതിന്റെ മുഖത്ത് നോക്കി അത് അടിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനാ വേല് ഗ്രാൻഡ്പയ്ക്ക് നേരെ വെള്ളം തെറിപ്പിച്ച് ആ വലിയ പാറയ്ക്ക് മുന്നിലായി കരഞ്ഞു നിലവിളിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു ചുമരിന് ആഞ്ഞിടിച്ചു. എന്നെങ്കിലും ആ ചുമര് തകർത്ത് അതിന് പോകാൻ കഴിയുമെന്നും അതിനെ തേടി അവർ തിരികെ വരുന്നു തന്നെയാണ് അത് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആക്ച്വലി അത് വന്നത് വെസ്റ്റ് ബ്ലൂവിൽ നിന്നാണ്. അതിനെ കൊണ്ട് ഒരിക്കലും തിരികെ പോകാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അത് ആ ഭാഗത്ത് തന്നെ സ്റ്റക്കായി കിടക്കുന്നത്. ആ ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ എപ്പോഴും ആ തിമിംഗലത്തെ കാണുമ്പോൾ അത്ഭുതമാണ്. മാത്രമല്ല തിമിംഗലത്തിന്റെ തലയ്ക്ക് മുകളിലുള്ള ആ ഒരു വലിയ പരിക്ക് അത് എത്രയും പെട്ടെന്ന് അതിനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും ഗ്രാൻഡ്പയ്ക്ക് അറിയാമായിരുന്നു. 30 വർഷമായിട്ട് അതിന്റെ അവസ്ഥ കാണുന്നത് കൊണ്ട് തന്നെ അതിനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ അപ്പൂപ്പന് കഴിയുമായിരുന്നില്ല. ആളെ കൊണ്ട് കഴിയും പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. ലൂഫിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടു കേട്ടും അവന്റെ കലിയിളകും. അവന്റെ കപ്പലിലെ പായ്മരത്തിന്റെ ആ ഒരു കമ്പ് അങ്ങനെ ഫുൾ ഫോഴ്സിൽ വളച്ചെടുത്ത് ആ തിമിംഗലത്തിന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ കുത്ത്. ചോര തുളുമ്പി ഡാമേജ്ഡ് ആയിരുന്ന അതിന്റെ തല അത് കൂടുതൽ വേഴ്സായി മാറും. അത് വേദനിച്ച് കരയാൻ തുടങ്ങും. അതിന്റെ കരച്ചിൽ കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ പോലും ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. യു ആർ അൺബിലീവബിൾ. ലൂഫി, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഓൾറെഡി അതിന്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. പോരാത്തതിന് അതാ ചുമരിൽ ആഞ്ഞിടിച്ചിടിച്ച് അതിന്റെ തലയിൽ ഓൾറെഡി ഒരുപാട് പരിക്കുണ്ട്. അതിനു പുറമെ നീയാണെങ്കിൽ കപ്പലിന്റെ മുകളിലുണ്ടായിരുന്ന ആ വലിയ കമ്പ് അതെടുത്ത് അതിന്റെ തലയിൽ തറച്ചു കയറ്റി. നീ ഇങ്ങനെ ഒരു സാഡിസ്റ്റ് ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് നമ്മുടെ ആൾക്കാർ പറയും. പക്ഷെ ലൂഫി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഉസോപ്പ് ചോദിക്കും, ഇൻ കേസ് ആ വെയില് അത് തിരികെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? നമ്മുടെ ആൾക്കാർ പ്രതീക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ വെയില് അതിപ്പോ ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഫൈറ്റിന്റെ അവസാനം ആ ഒരു വലിയ വെയില് അത് ലൂഫി ആഞ്ഞടിക്കാനായിട്ട് പാഞ്ഞടുക്കും. അതിന് ലൂഫി സ്റ്റോപ്പ് ദ മാച്ച്. ഈ മാച്ച് അത് ഡ്രോ ആയിരിക്കുകയാണ്. സോ ഞാൻ ഈ മാച്ചിൽ ജയിച്ചു. നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കണമെങ്കിൽ ഒരു തവണ കൂടെ എന്നോട് ഫൈറ്റ് ചെയ്ത് ജയിക്കണം. പക്ഷേ നിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നിന്നെ വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ ഇനി മുതൽ ഞാനായിരിക്കും നിന്റെ റൈവൽ. ഇതിനുശേഷം നമ്മൾ എന്ന് കണ്ടുമുട്ടുന്നോ അന്ന് വീണ്ടും ഫൈറ്റ് ചെയ്ത് നമ്മൾ ആരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്ന് കണ്ടെത്തണം. ഞാൻ ഈ ഗ്രാൻഡ് ലൈൻ മുഴുവൻ ചുറ്റിക്കറങ്ങി ഒരിക്കൽ വീണ്ടും നിന്നെ തേടി ഇവിടേക്ക് എത്തും. അത് സത്യമാണ്. നമുക്കിടയിൽ ഉണ്ടാവുന്ന ഫൈറ്റില് ആര് ജയിക്കുന്നോ അവനാണ് യഥാർത്ഥ വിജയം എന്ന് പറയും. അത് കേൾക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുക ലൂഫി അതിന് പ്രതീക്ഷ കൊടുക്കുകയാണ്. ആരും മനസ്സിലാക്കിയ വേല് അതിപ്പോ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അങ്ങനെ നിലവിളിച്ച് കരയും. ലൂഫി അതിന്റെ തലയുടെ മുകളില് പൈററ്റ് ഫ്ലാഗിന്റെ ഒരു സ്റ്റിക്കർ അത് പതിപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ തിരികെ വരും വരെ ഈ ഒരു സ്റ്റിക്കറിന് ഒരു കേടുപാട് സംഭവിക്കാൻ പാടില്ല. സോ ഇനി നീ ആ ചുമരിൽ ഇടിക്കരുത്. അങ്ങനെ ഇടിച്ച് ഈ സ്റ്റിക്കർ മാഞ്ഞു പോവാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല എന്നായിരിക്കും അർത്ഥം. ലൂഫിയുടെ ഐഡിയ
അത് ആ ഗ്രാൻഡ്പയ്ക്കും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അത് ഇത്രയും കാലം ചുമരില് തല ആഞ്ഞടിച്ച് അതിന്റെ തല ഡാമേജ് ആണ്. ഇനിയും അങ്ങനെ ഇടിക്കുകയാണെങ്കിൽ അത് ചത്തുപോകും. സോ അതിന്റെ തല അത് ആ ചുമരിൽ ഇടിപ്പിക്കാതിരിക്കാനാണ് ലൂഫി ഇത്തരം ഒരു അടിപൊളി ഗെയിം നടത്തിയത്. ലൂഫി ആണെങ്കിൽ അതിനുശേഷം ആ ഗ്രാൻഡ്പയുടെ കയ്യിൽ നിന്ന് ഒരു ലാക്ടോസുമായി അവരുടെ യാത്ര തുടരും. ഇങ്ങനെ നല്ലൊരു കാര്യത്തോടു കൂടെയാണ് നമ്മുടെ ആൾക്കാര് ആ ഗ്രാൻഡ് ലൈൻ കടന്നു മുൻപോട്ട് വന്നത്. തന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ചുമരിലിടിച്ച് ചാവാനായ ആ തിമിംഗലത്തിന് ഇതിനൊരു പുതു വെളിച്ചം പകർന്നു കൊടുത്തത് അത് ലൂഫിയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ തിമിംഗലം അത് ഇത്രയും നാളും കാത്തിരുന്നത് ഇവർക്ക് വേണ്ടിയാണോ? ആദ്യം വരെ സ്നേഹിച്ചതും വിശ്വസിച്ചതും വെറുതെ അല്ല. ബ്രൂക്കിനും അവന്റെ ടീമിനുമുള്ള സ്നേഹം അത് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രൂക്ക് ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അതിനെ തിരികെ പിടിക്കാനായി ഇത്രയും കഷ്ടപ്പെടുന്നത്. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ബ്രൂക്കിനെ കാണിക്കും. അവനാണെങ്കിൽ ആ യൂമയായിട്ട് പൊരിഞ്ഞ ഫൈറ്റിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലും അവന്റെ ഷാഡോ തിരികെ പിടിക്കണം. അതിനുശേഷം അവൻ ആ തിമിംഗലത്തെ തേടി തിരികെ പോണം. ബ്രൂക്ക് ആണെങ്കിൽ 5 വർഷമായി നിരന്തരമായി ട്രെയിനിങ് എടുത്തും പ്രാക്ടീസ് ചെയ്തുമാണ് ഇപ്പൊ നല്ലൊരു സ്ക്വാഡ്സ്മാൻ ആയിരിക്കുന്നത്. അവൻ അവന്റെ ഫുൾ എനർജിയും വെച്ച് യൂമയായിട്ട് ഫൈറ്റ് ചെയ്യും. പിടിയിട്ട് യൂമ അവൻ നൈസായിട്ട് ആ കത്തിയെടുത്ത് ബ്രൂക്കിന്റെ വയറ്റിൽ കുത്തി ഇറക്കാണ്. ഒരു സെക്കൻഡ് ബ്രൂക്ക് അവനാണെങ്കിൽ ആ വെയിലിനെ കുറിച്ച് ആലോചിക്കും. മാത്രമല്ല അവന്റെ ടീംമേറ്റ്സ്, ക്രൂ, അങ്ങനെ എല്ലാം ആലോചിച്ച് വീണ്ടും യൂമയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. യൂമയാണെങ്കിൽ ബ്രൂക്കിന്റെ കണ്ണിലൊക്കെ ആ സ്ക്വാഡ് ഉപയോഗിച്ച് ആഞ്ഞു വെട്ടും. അവിടെ ഉണ്ടായിരുന്ന അവന്റെ സ്കെൽട്ടൻ അത് തകർന്ന് ഇപ്പൊ പൊടിപൊടിയായി താഴേക്ക് വീഴും. ബ്രൂക്കും യൂമയും ആണെങ്കിൽ ഒരുപാട് നേരം ഇപ്പൊ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. പക്ഷെ ബ്രൂക്കിന്റെ കണ്ടീഷൻ ഇത് പതിയെ ഫേക്ക് ആയിക്കൊണ്ടേയിരിക്കും. യൂമയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ ഹെയർ അത് മാത്രം പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കും. കാരണം ബ്രൂക്കിന്റെ തലയും ആ വെയിലിന്റെ തലയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. എല്ലാവരും അത് വെച്ച് അവനെ കളിയാക്കാറുണ്ട്. ആ ഒരു മുടി കൂടെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വെയിലിന് അവനെ തിരിച്ചറിയാനാവില്ല. സോ ഇതെന്ത് വില കൊടുത്ത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് ബ്രൂക്ക് വീണ്ടും അവനുമായിട്ട് പൊരിഞ്ഞ അട്ടി ഫൈറ്റ്. ആ വില്ലനാണെങ്കിൽ വീണ്ടും അവന്റെ നട്ടലിലൂടെ കുത്തി ഇറക്കും. അതേസമയം ഫ്രാങ്കി അവനാണെങ്കിൽ പൊട്ടിക്കരയാണ്. ബ്രൂക്കിന് ആ തിമിംഗലത്തിനോടുള്ള സ്നേഹം അത് ഫ്രാങ്കിക്ക് കേട്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ആ തിമിംഗലത്തിന് അതിന് ബ്രൂക്കിനോടുള്ള സ്നേഹം കൂടെ കേട്ടപ്പോ ഫ്രാങ്കിക്ക് ആണെങ്കിൽ അവന്റെ പിഞ്ചു മനസ്സിന് അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അവൻ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കും. ലൂഫി തീർത്തു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ആ തിമിംഗലത്തെയും ബ്രൂക്കിനെയും അവർ രണ്ടുപേരെയും നമ്മളായിരിക്കും ഇനി ഒരുമിപ്പിക്കുക. മാത്രമല്ല ബ്രൂക്ക് അവൻ ഇനി മുതൽ നമ്മുടെ ടീംമേറ്റും ആയിരിക്കും. തീരുമാനം എല്ലാവർക്കും ഇഷ്ടാവും. പക്ഷെ സാഞ്ചി അവന്റെ മനസ്സിൽ ഇപ്പോഴും നാമിയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഫുൾ ഫയർ പവറിൽ അവനങ്ങനെ കത്തി നിൽക്കും. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ ത്രില്ലർ പാർക്ക് അത് തകർക്കാൻ റെഡിയാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.